ഇതിലെ ഈ വീട് നിറച്ചൊന്ന് നാരങ്ങയുടെ മണമാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഇതെന്തുപടി നിനക്ക് നാരങ്ങ കച്ചവടം വല്ലണോ? ഞാൻ നാരങ്ങ കച്ചവടം അങ്ങ് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. സത്യം പറഞ്ഞ മരിയ വന്നപ്പം പെട്ടി നിറയെ കാലിഫോർണിയയിൽ നിന്ന് നാരങ്ങയായിട്ടാണ് വന്നത്. ഇത് നീ അച്ചാർ ഇടണോ നാരങ്ങ വെള്ളം കുടിക്കണോ എന്നറിയത്തില്ല. എന്നാ ചെയ്യണ്ടേ? ഇതിപ്പോ നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ നീ കുറെ പപ്സ് ഉണ്ടാക്കേണ്ടി വരും. ഇത് നോക്കിക്കേ, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോ എന്ത് നല്ല ഇതുണ്ട്. വെള്ളം കയ്യാ കൂടെ ഒഴുകി പോവാണേ. ഇത് കേട്ടോടെ കുരു പോലും ഇല്ല. സ്പെഷ്യൽ നാരങ്ങ കാലിഫോർണിയന്ന്. സോ ഇതെന്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ കേട്ടോ. ചേച്ചിയുടെ ബാക്ക് യാർഡിൽ ഉണ്ടായ നാരങ്ങയാണ്. കാലിഫോർണിയയിൽ അച്ചാറിടാൻ സൂപ്പർ സാധനം. സോ ചേച്ചിയുടെ മോൾ ഇവിടെ ഷിക്കാഗോയിലാണ് പഠിക്കുന്നത്. അന്നേരം അവള് പോയിട്ട് വന്നപ്പം എനിക്ക് വേണ്ടി 2 പെട്ടി നിറയെ നാരങ്ങ കേട്ടോ വന്നത്. 2 പെട്ടി നാരങ്ങ. നാരങ്ങ കൃഷിയുമായി ചിക്കാഗോയിൽ നിന്ന് ജെനി. അതെ. എന്നാ ചെയ്യാൻ പോകുന്നത്? ഞാനേ ഇവിടെ കാലിഫോർണിയന്ന് കുറച്ച് നാരങ്ങ വന്നിട്ട് അതിനെ ഒന്ന് കാണാനായിട്ട് വരുന്ന ഒന്ന് അച്ചാർ ഇട്ട് നോക്കാനും ഒക്കെ വന്ന. ഇതിന്റെ പരുവത്തിലായ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിലെ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണോ? അച്ചാർ തന്നെയല്ല. കാന്താരി മുളക് തേഞ്ഞില്ലെങ്കിലേ വലിയൊരു കാന്താരി നിൽക്കുന്നത്. ഇഞ്ചി കുറയ്ക്കണം തീവാണത്. ഇഞ്ചി അടുത്ത വെളുത്തുള്ളി അച്ചാർ വയ്ക്കുന്നതിലെ ഇളക്ക സ്പെഷ്യലിസ്റ്റ് ഇളക്കാൻ വേണ്ടി നോക്കി ഫ്രഷ് കരിയാപ്പല. നമ്മുടെ കാന്താരിയൊക്കെ ഇട്ട് ഇളക്കി നാരങ്ങ പ്രോജക്റ്റ് കഴിഞ്ഞു. ഡെലിഷ്യസ് നാരങ്ങ വെള്ളം. അച്ചാർ